സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്ഷണം ലഭിച്ചാലോ? ഏതൊരാളും കൊതിക്കുന്നൊരു സ്വപ്നമാണത്. എന്നാൽ അങ്ങനെ ക്ഷണം ലഭിച്ചാൽ നിരസിക്കണമെന്നാണ് റൊണാൾഡോയുടെ ഒറ്റ സുഹൃത്തുക്കളിൽ ഒരാൾ പറയുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ താരം പാട്രിക് എവറയാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. ക്രിസ്ത്യാനോയുടെ ഫിറ്റ്നസ് നിലനിർത്താൻ വേണ്ടിയുള്ള കഠിനാധ്വാനത്തിലേക്കാണ് എവറ വിരൽ ചൂണ്ടുന്നത്. ഫിറ്റ്നസ് നിലനിർത്താൻ ജിമ്മിലെ വർക്കൗട്ട് മാത്രമല്ല, ഭക്ഷണക്രമത്തിന്റെ കാര്യത്തിലും ക്രിസ്ത്യാനോയ്ക്ക് വിട്ടുവീഴ്ചയില്ല. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം നൽകാം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉച്ചഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ നോ പറയുക. ഭക്ഷണമല്ല അവിടെ പ്രശ്നം. അവിടെ ക്രിസ്ത്യാനോയ്ക്കൊപ്പം നമ്മൾ ചെയ്യേണ്ടി വരുന്ന പരിശീലനമാണ് വിഷയം. ഒരിക്കൽ പരിശീലനത്തിന് ശേഷം എന്നെ ക്രിസ്ത്യാനോ ഉച്ചഭക്ഷണത്തിനായി ക്ഷണിച്ചു. ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. ഭക്ഷണമേശയിൽ സാലഡും വൈറ്റ് ചിക്കനും വെള്ളവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ജ്യൂസ് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സാലഡ് കഴിച്ചു കഴിയുമ്പോൾ കൂടുതൽ മാംസഭക്ഷണങ്ങൾ വരുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഒന്നും വന്നില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ക്രിസ്ത്യാനോ വീണ്ടും പന്ത് കൊണ്ട് പരിശീലനം നടത്താൻ തുടങ്ങി. പിന്നാലെ സ്വിമ്മിങ്ങിന് പോകാൻ ക്രിസ്ത്യാനോ എന്നെ ക്ഷണിച്ചു. അവിടെ കൊണ്ടും പരിശീലനം തീർന്നില്ല. നമ്മൾ എന്തിനാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത് എന്ന് ഞാൻ ക്രിസ്ത്യാനോയോട് ചോദിച്ചു. നാളെ എന്തെങ്കിലും മത്സരമുണ്ടോ എന്ന് ചോദിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, ക്രിസ്ത്യാനോ ഉച്ചഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ നോ പറയുക എന്ന്. കാരണം ക്രിസ്ത്യാനോ മെഷീൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലായ്പ്പോഴും ക്രിസ്ത്യാനോയ്ക്ക് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കണം. ഈ നേട്ടങ്ങളിലേക്കെല്ലാം ക്രിസ്ത്യാനോ എത്തിയതിന് പിന്നിൽ ഈ വിട്ടുവീഴ്ചയില്ലാത്ത പരിശീലനമാണ്. ഈ നേട്ടങ്ങളെല്ലാം ക്രിസ്ത്യാനോ അർഹിക്കുന്നതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ക്രിസ്ത്യാനോയുടെ മുൻ സഹതാരം പറയുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.